എൻ്റെ മകൻ ഹിലാരിലാൽ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. എനിക്ക് സത്യം പറയാന്നുണ്ടെങ്കിൽ സൈല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഒരു പേരുകളൊക്കെ എനിക്ക് അറിയാവുന്നതുമാണ്. അതിൻ്റെ ഇടയിൽ സൈലം എന്ന് പറഞ്ഞിട്ട് മോൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അറിയില്ല, ഒരു കറക്റ്റ് ഡിസിഷൻ, എനിക്ക് സൈലം മതി. അങ്ങനെ എനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു കേൾക്കാത്തൊരു സ്ഥാപനത്തെ പറ്റി കേൾക്കുമ്പോഴുള്ള ഒരു മാനസിക വിഷമം എനിക്ക് പെട്ടെന്നുണ്ടായിരുന്നു. കാരണം അവിടെ വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടും എന്നെ വിളിക്കുന്നുണ്ട്, മോൻ അവിടെ ചേർത്ത് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ ഈ സൈലം ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനെ ഇവൻ എന്തോ ഒരു ദിവസം പറഞ്ഞു, അച്ഛാ വേറൊന്നും നോക്കണ്ട സൈലത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനെ പറ്റുള്ള ഒരു തൃശ്ശൂരായ കാരണം ഇവിടെ നിന്ന് പഠിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അവനുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സാണ് അവൻ എടുത്തത്. ക്ലാസ്സിനെ പറ്റി ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കും. കാരണം എനിക്കൊരു പേടിയുണ്ടല്ലോ സൈല ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ക്ലാസ്സിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അവൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ്. എല്ലാ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും അവന് വളരെ സന്തോഷമാണ്. പിന്നെ പഠിപ്പിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ അറിയാത്തൊരു സ്ഥാപനത്തിലാണ് ഇപ്രാവശ്യം ചേർന്നിട്ടുള്ളത്. ആ ഒരു ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ റിസൾട്ട് അറിയണ അന്ന് പോലെ എന്നെ അറിയിച്ചിട്ടില്ല ഇന്ന് റിസൾട്ടാന്നുള്ളത്. വൈകിട്ട് റിസൾട്ട് വന്നപ്പോൾ മെല്ലെ വന്നിട്ട് പറയാണ്, അച്ഛാ ഞാൻ പാസ്സായിട്ടോന്ന്. എന്തായാലും സൈലത്തിന് എൻ്റെ ക്ലാസ് എനിക്ക് ഇതോടുകൂടി വളരെ താല്പര്യപ്പെട്ടു കേട്ടോ. വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഒരു ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാനിപ്പോൾ മോനെ ചേർത്താൻ വേണ്ടി ഫസ്റ്റിൽ പോയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി സമീപിച്ചപ്പോഴും അവർ പറയുന്ന ആ ഒരു ഷുവർട്ടീനേക്കാളും കുറച്ചും കൂടി ഒരു ദൃഢത എനിക്കിവിടെ തോന്നി. മനസ്സിൽ വളരെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥാപനമായി മാറിയിട്ടോ. ഇനിയിപ്പോൾ CA മാത്രമല്ല, ഏത് ക്ലാസ്സിലേക്ക് വേണ്ട ട്യൂഷനോ എന്ത് സ്റ്റഡി ആണെങ്കിലും നമുക്കൊരു ഡയറക്ഷൻ ചെയ്യാനൊരു ധൈര്യം മറ്റുള്ളവർക്ക് വേണ്ട. നിങ്ങൾ ആദ്യം സൈലത്തിലൊന്ന് ട്രൈ ചെയ്യുമെന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് തോന്നുന്നുണ്ട്.